ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് കേട്ടോ. അപ്പോൾ ഒറ്റപ്പാടിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ. പിന്നെ രാവിലെ നേരത്ത് നല്ല മഴയും കാരണം നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയിൽ ഒരു 100-102 പറപ്പിച്ചു. പിന്നെ ഒറ്റപ്പാലം എത്തിയിട്ട് ചെങ്ങന്നൂർക്ക് ഒരു ടിക്കറ്റും ബുക്ക് ചെയ്തു. പിന്നെ നേരെ നമ്മൾ ട്രെയിൻ കയറിയപ്പോൾ മിറർ കണ്ടപ്പോൾ ഒരു സെൽഫി നിർബന്ധമാണല്ലോ. പിന്നെ രാവിലെ നേരത്ത് നല്ല മഴയും കാരണം നമ്മുടെ നാടിനെ കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ അവിടുന്ന് നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 വർഷത്തോളമായി ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് മെല്ലെ നടന്നു. പിന്നെ പുറത്തെത്തിയിട്ട് പൊറോട്ടയും ബീഫ് കൊണ്ട് കഴിച്ചു. അത് നിർബന്ധമാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് റാന്നിക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടേക്ക് ഡയറക്റ്റ് ബസ് കുറവായത് കാരണം 2 ബസ്സൊക്കെ മാറി കയറിയിട്ട് ഞങ്ങൾ റാന്നിയിലെത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസും കുടിച്ചു. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കുള്ള യാത്രയും പിന്നെ പുതിയ സ്ഥലം കണ്ടപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അവിടുത്തെ സ്ഥലങ്ങളും നാടും കാണുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്ക് കേട്ടോ. പിന്നെ അവിടെ നേരെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നമ്മൾ ഫുഡ് വിളമ്പാനൊക്കെ കൂടി. പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മുടെ ഒരു ബർത്ത്ഡേ വരാനുണ്ടായിരുന്നു. അവൻ വന്നു, എറണാകുളം ടീമാണ്. അപ്പോൾ അവനും വന്നിട്ട് ഞങ്ങൾക്ക് പുറത്ത് റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമിലൊക്കെ വിശ്രമിച്ചിട്ട് പിറ്റേദിവസം രാവിലെ ഞങ്ങൾ റെഡി ആയിട്ട് നേരെ കല്യാണത്തിൽ പുറപ്പെടാണ്. അപ്പോൾ ഞങ്ങൾ ട്രാവലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തി. പിന്നെ ഒരു ജ്യൂസും കാര്യങ്ങളും ഒക്കെ കുടിച്ചു. പിന്നെ ഇവിടുത്തെ കല്യാണം നമ്മുടെ ആ ഭാഗത്തെ കല്യാണമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു ഇവിടുത്തെ കല്യാണം നമുക്ക് നൽകിയത്. പിന്നെ അവിടുത്തെ സദ്യയാണെങ്കിൽ തന്നെ അതിലും ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെയിൻ കണ്ട് പിടിച്ചു കേട്ടോ. പിന്നെ ഏകദേശം ഒരു 11 മണിയായപ്പോൾ തിരിച്ച് ഞങ്ങൾ നാട്ടിലെത്തി. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബായ്.